ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള, അതുപോലെ ഓവൻ ഇല്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോർ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിലേക്ക് ഈ മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. എപ്പോഴും കേക്കിലേക്ക് മുട്ടയൊക്കെ ചേർക്കുമ്പോൾ തണുത്ത മുട്ട നേരിട്ട് ചേർക്കരുത്. തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം മുട്ട മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇത് 1.25 കപ്പ് പഞ്ചസാരയുണ്ട് പൊടിച്ച് കഴിഞ്ഞിട്ടുള്ള അളവാണ്. 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം, മധുരം നന്നായിട്ട് വേണമെങ്കിൽ. ഇതിനി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അപ്പോൾ ഇനി ഇത് ഈ ഫ്ലോറിൻ്റെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർക്കുന്നത്. ഇതിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. 1/2 കപ്പ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കിനി 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിന് പകരം വേണമെങ്കിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്താലും മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ചേർക്കരുത്. തണുപ്പൊന്നും ഇല്ലാത്ത പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൊത്തമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി കട്ടയില്ലാതെ മിക്സാക്കി എടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സാക്കി എടുത്താലും മതി. ഇതേപോലെ ഹാൻഡ് വിസ്ക് ഇല്ലെങ്കിൽ. ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് കുറച്ചൊന്ന് ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് കേക്കായി വരുമ്പോൾ 2 കിലോ ഉണ്ടാവും. ഇത് മറ്റൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ താഴ്ഭാഗം കരിഞ്ഞൊന്നും പോവില്ല. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മറ്റൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാക്കി വെച്ചിട്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് ബേക്കായിട്ടുണ്ട്. ഇതിന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം.
കേക്കിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിനി തണുത്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. മാക്ടോപ്പിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നോൺ ഡയറി ആയിട്ടുള്ള ക്രീം ഈ മിക്സിയിലൊക്കെ ചെയ്യുമ്പോൾ നോൺ ഡയറി ആയിട്ടുള്ള ക്രീം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1.5 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് കുറച്ച് ക്രീം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ അളവിൽ ഒരു 2.25 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഈ അളവിലുള്ള കേക്കിന് ഐസിങ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ജാറാണ്. ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഒന്ന് ബീറ്റ് ആകുമ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി തിക്കായി വരും. ഇതിലേക്ക് ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗറോ വാനില എസൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്രീമിന് ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ചേർത്തിട്ടില്ലാത്തത്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ക്രീം കുറച്ചൊന്ന് തിക്കായി വരും. ഇപ്പോൾ ക്രീം കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. നല്ല തണുത്ത ക്രീം തന്നെ യൂസ് ചെയ്യണം. അതുപോലെ മിക്സിയുടെ ജാറ് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിലേക്ക് വെച്ച് ഒരു 1-2 മണിക്കൂർ വെച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ മിക്സി നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ബ്ലേഡൊക്കെ, എന്ന് വെച്ചാൽ ക്രീം നന്നായിട്ട് ഒന്ന് സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിത്ര മതിയാവും. മിക്സി ഇനി അടിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഈ അളവിൽ 2.25 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ ഈ അളവിലുള്ള ഒരു കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റൂ. 2.25 കപ്പ് എന്നുള്ളത് ഒരു 2.5 കപ്പ് വരെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ ക്രീം ഉണ്ടാവും, കേക്കിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. സെക്കൻഡ് ലെയറും ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇനി മുകളിൽ ഒരു സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡിലുമൊക്കെ ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബീറ്റർ ഇല്ലാത്തവർക്കും ഇത് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്